മഴയാണ്, പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. പ്രശ്നങ്ങൾക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നറിഞ്ഞിട്ടും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് മനോഭാവമാണ് നമുക്കുള്ളത്? ചിന്തിക്കുക, തിങ്ക്. എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും മക്കളോട് പറയും, എടാ മക്കളെ A+ മേടിക്കണം, +2 +1 അഡ്മിഷൻ കിട്ടണം, പഠിയടാ എന്ന് അവർ ഇരുത്തി പഠിപ്പിക്കും. കൊച്ചു വിചാരിക്കും 10ാം ക്ലാസ്സിൽ A+ മേടിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥാവുമെന്ന്. അപ്പോഴുണ്ട് +2 അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പറയും, +2 നല്ല മാർക്ക് വേണം, 10ാം ക്ലാസ് പോലെ തന്നെ നീ പഠിക്കണം, A+ മേടിക്കണം, എന്നാലേ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. വീണ്ടും പഠിയടാ. ആ കൊച്ചു വിചാരിച്ചു +2 A+ മേടിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥാവൂന്ന് വിചാരിച്ചിട്ട് ആകഞ്ഞു പഠിക്കുക. രാത്രിയെന്നില്ല പകലെന്നില്ല, ഭയങ്കര പഠനം. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ +2 നല്ല മാർക്ക് മേടിച്ചപ്പോഴത്തേക്കും കോളേജിൽ അഡ്മിഷൻ കിട്ടി. കിട്ടിയപ്പോൾ വീണ്ടും അപ്പനും അമ്മയും പറഞ്ഞു, എടാ മക്കളെ ഉഴപ്പാനൊന്നും പറ്റില്ല, നല്ല മാർക്ക് മേടിക്കടാ, നാളെ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുള്ളൂടാ, നിനക്ക് നല്ല അവിടെ വിദേശത്തൊക്കെ പോകണ്ടേടാ, കോളേജിൽ നല്ല പേരെടുക്കണോടാ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ വിചാരിച്ച് കോളേജിലും പഠിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥാവുമെന്ന്. കോളേജിലും നല്ല മാർക്ക് മേടിച്ച് അവൻ വിചാരിച്ച് സ്വസ്ഥാവുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും അപ്പനും അമ്മയും പറയാൻ തുടങ്ങി, എടാ തീർന്നില്ല, നല്ല ജോലി മേടിക്കണം, നിനക്ക് നല്ല പെണ്ണ് കിട്ടണ്ടേ, നല്ല കല്യാണമൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് നല്ല ജോലി വേണം, ജോലി നോക്കടാ. കൊച്ചു വിചാരിച്ചൊരു നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്വസ്ഥാവുമെന്ന്. കൊച്ചൊരു നല്ല ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ ശരിയാക്കി വന്നപ്പോഴത്തേക്ക് വീണ്ടും അപ്പനും അമ്മയും പറഞ്ഞ്, ശരിയായില്ല, ഇനി വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കെട്ടിച്ചു കൊടുത്തു. കെട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു വെച്ച് ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥായല്ലോ എന്ന്. അപ്പോഴത്തേക്ക് വീണ്ടും എല്ലാവരും പറയാൻ തുടങ്ങി, സ്വസ്ഥായിട്ടൊന്നും ഇല്ല, നിന്റെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ കെട്ടിക്കണം, കുറേ കാര്യങ്ങളുണ്ട്, ബാങ്ക് ബാലൻസ് വേണം, സ്വന്തമായിട്ട് വീട് വെക്കടാ, കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കടാ എന്നും പറഞ്ഞ് വീണ്ടും പോസ് ചെയ്യാൻ തുടങ്ങി. ആ പാവം വിചാരിച്ച് വീട് വെച്ചാലെങ്കിലും സ്വസ്ഥാവുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വീടും വെച്ച് കുറച്ച് കഷ്ടപ്പെട്ട് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും വയസ്സ് 19 കഴിഞ്ഞ് അപ്പോഴത്തേക്കും വീണ്ടും ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങി, ഇനിയും നിനക്ക് സമാധാനമൊന്നും ആയിട്ടില്ല, പണി തീർന്നിട്ടില്ല, നിന്റെ മക്കൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക, അവരെ പഠിപ്പിക്കടാ എന്ന്. അതും കഴിഞ്ഞപ്പോഴത്തേക്കും പറയാം, എടാ അവരെ കെട്ടിച്ചു വിടടാ എന്ന്. അവസാനം അവരെയും കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചുറ്റുമുള്ളവർ പറയാണ്, തട്ടിപ്പോകാനുള്ള സമയമായടാ എന്ന്. ഇതാണ് ജീവിതം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ല. ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാ ജീവിതത്തിൻ്റെ. ഓരോ ഘട്ടം ചെല്ലും തോറും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു, ദുഃഖങ്ങൾ കൂടുന്നു. ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ല. തിരയൊതുങ്ങിയിട്ട് കപ്പലിറക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കണേ, മനസ്സിലാക്കണം. അപ്പൊ എന്താ ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്നറിയാവോ? ചിലർക്ക് പ്രശ്നങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. അയ്യോ എനിക്ക് മാത്രം പ്രശ്നം, എനിക്ക് മാത്രം ഇങ്ങനൊരു ഭർത്താവ്, എനിക്ക് മാത്രം ഇങ്ങനെയൊരു മക്കള്, ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു, 800 കോടിയുള്ള ജനങ്ങളുടെ ഇടയിൽ ഞാൻ മാത്രമാണ് കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് വേദനിച്ചു കൊണ്ടിരിക്കുക. എന്തിനാ ഇതിങ്ങനെ ചത്തു ജീവിക്കണേ? എല്ലാവർക്കും പ്രശ്നമുണ്ടെന്നേ. മക്കളുള്ളവർക്കും പ്രശ്നമുണ്ട്, മക്കളില്ലാത്തവർക്കും പ്രശ്നമുണ്ട്. മക്കളുള്ളവർ പറയൂ, അയ്യോ ഇങ്ങനത്തെ കുരുന്നക്കെട്ട മക്കൾ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചു പോലെ നാട്ടിലും വീട്ടിലും ചീത്തപ്പേരായിട്ട് ഒരു സ്വസ്ഥതയും തരാത്ത മക്കളെന്ന്. എന്നാൽ മക്കളില്ലാത്തവർ പറയും, എന്തിനാ ദൈവമേ എന്നെ ഒരു മച്ചിപ്പെണ്ണായിട്ട് സൃഷ്ടിച്ചേ, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും തമ്പരാണ് നീ തന്നില്ലല്ലോ എന്നോർത്ത് പറയും. ജീവിത പങ്കാളി ഉള്ളവർക്കും ദുഃഖമുണ്ട്, ജീവിത പങ്കാളി ഇല്ലാത്തവർക്കും ദുഃഖമുണ്ട്. ജീവിത പങ്കാളി ഉള്ളവർ പറയും, എത്രയോ സ്വപ്നം കണ്ടിട്ട് ഞാൻ വിവാഹം കഴിച്ചതാ, പക്ഷെ ഇങ്ങനെ ഒരു കെട്ടിയോ, ഇങ്ങനെ ഒരു ഭാര്യ, മടുത്തു, എൻ്റെ സ്വപ്നങ്ങൾ പോലെ ജീവിതമൊന്നും നീങ്ങുന്നില്ല, ഭയങ്കര കഷ്ടമാണ്, നരകം പോലെ, എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു പങ്കാളിയാണല്ലോ ദൈവമേ, ഇനി എത്ര നാൾ ഞാൻ ഇതിനെ ചുമക്കണമെന്നോർത്ത് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരയുന്ന മനുഷ്യർ. എന്നാൽ ജീവിത പങ്കാളി ഇല്ലാത്തവരോ 10-40 വയസ്സായി ഇതുവരെയായിട്ട് ഒരു നല്ലൊരു കല്യാണം പോലും നടക്കുന്നില്ലല്ലോ, മനസ്സിനാണെങ്കിൽ ആളെ കിട്ടുന്നില്ലല്ലോ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, നാട്ടുകാരൊക്കെ ചോദിക്കുക എപ്പോഴാണ് കല്യാണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക.
എന്നോർത്തിട്ടുള്ള ആദിയിൽ വിഷമിക്കുന്നവരും ഇതുണ്ട്. സ്വത്തും പണവും ഉള്ളവർക്കും ദുഃഖമുണ്ട്, ഇതൊന്നും ഇല്ലാത്തവർക്കും ദുഃഖമുണ്ട്. സ്വത്തും പണവും ഉള്ളവർ പറയും, ഓ ഭയങ്കര അടി പിടി വഴക്ക്, ഓവർലോഡ് ടെൻഷൻ, വർക്ക് ലോഡ് ടെൻഷൻ, അതിര് തർക്കം, കുടുംബ കോടതിയിൽ തർക്കം, അല്ലെങ്കിൽ കുടുംബ സ്വത്തിന് തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, സ്വത്തിന് വേണ്ടിയിട്ടുള്ള വഴക്ക് ബഹളങ്ങളൊക്കെ. എന്നാൽ സ്വത്തും പണവും സമ്പത്തും ഒന്നും ഇല്ലാത്തൊരു പറയും, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഒരു ദരിദ്രവാസിയായിട്ട് സൃഷ്ടിച്ചത്, ഒരു രൂപ പോലും എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഉണ്ടാക്കണത് മുഴുവൻ ആശുപത്രി ചെലവിന് പോവാ, ഒന്നും കിട്ടുന്നില്ലല്ലോ തമ്പുരാനെ, എന്നെ എന്തിനാ ഇങ്ങനെ ദരിദ്രവാസിയായി സൃഷ്ടിച്ചത് എന്ന്. കൂടപ്പിറപ്പും ബന്ധുക്കളും ജനങ്ങളും ഉള്ളവർക്കും ദുഃഖമുണ്ട്, ഇതൊന്നും ഇല്ലാത്തവർക്കും ദുഃഖമുണ്ട്. കൂടപ്പിറപ്പും ബന്ധുക്കളും ജനങ്ങളും ഉള്ളവർ പറയും, അയ്യോ ഇങ്ങനത്തെ ഒരു അയൽക്കാർ, ഇങ്ങനത്തെ ഒരു അമ്മായിമ്മ, ഇങ്ങനത്തെ ഒരു നാത്തൂന്, ഇങ്ങനത്തെ ഒരു കൂടപ്പിറപ്പിനെ കൊണ്ട് മടുത്തു. അവർ കാരണം കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും പരദൂഷണമായി, എപ്പോഴും കുത്തിത്തിരിപ്പ, ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയും പരിഭവവും സങ്കടവും വേദനയും. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരെന്താ പറയാനറിയാവോ, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഒരു അനാഥനായിട്ട് സൃഷ്ടിച്ചേ, ആരുമില്ലല്ലോ എന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, എന്നെ ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയും. അപ്പം ഞാൻ ഈ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ദുഃഖമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്കോ അനുജത്തിമാർക്കോ മാത്രമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ദുഃഖമില്ല എന്ന്? എനിക്കും ദുഃഖമുണ്ട്. ഞാനും വലിയ ദുഃഖത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ലിപ്സ്റ്റിക്ക് പുരട്ടിയത് കൊണ്ടോ, കളർഫുൾ സാരി ഇട്ടത് കൊണ്ടോ, മുടി സ്ട്രെയിറ്റിങ് ചെയ്തത് കൊണ്ടോ എൻ്റെ ദുഃഖത്തിൻ്റെ ആഴം അളക്കാൻ നിങ്ങൾക്കും പറ്റുകയില്ല.